എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 2026 IPL മഹാഫൈനലിന്റെ അവസാന പന്തെറിയപ്പെടുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തുടർച്ചയായ രണ്ടാം തവണയും ചാമ്പ്യൻ പട്ടം ചൂടിയതിന്റെ ആവേശത്തിൽ ലക്ഷക്കണക്കിന് കാണികൾ ആർത്തലയ്ക്കുകയായിരുന്നു. എന്നാൽ വെറും ഒരു ക്രിക്കറ്റ് മത്സരം എന്നതിലുപരി ലോക കായിക ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളാൽ എഴുതിച്ചേർക്കപ്പെടാൻ പോകുന്ന ഹൃദയസ്പർശിയായ മറ്റൊരു മഹാമുഹൂർത്തത്തിനാണ് ആ രാത്രി സാക്ഷ്യം വഹിച്ചത്. ഈ സീസണിലുടനീളം അവിശ്വസനീയമായ പ്രകടനങ്ങളിലൂടെ 776 റൺസ് അടിച്ചുകൂട്ടി ഓറഞ്ച് ക്യാപ്പും മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ പുരസ്കാരവും ഉൾപ്പെടെ 5 വമ്പൻ അവാർഡുകൾ വാരിക്കൂട്ടിയ 15-കാരനായ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശി എന്ന യുവതാരത്തിന്റെ അമാനുഷിക നേട്ടങ്ങൾ മൈതാനത്ത് വിളംബരം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഫൈനലിൽ പുറത്താകാതെ 75 റൺസ് നേടി ടീമിന് ആവേശോജ്വലമായ വിജയം സമ്മാനിച്ച് സാക്ഷാൽ കിങ് വിരാട് കോഹ്ലിയെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം തേടിയെത്തി. എന്നാൽ ആ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം കോഹ്ലി കാണിച്ച പെരുമനസ് സ്റ്റേഡിയത്തിലുള്ള പതിനായിരങ്ങളുടെയും ടെലിവിഷൻ മുന്നിലിരുന്ന കോടിക്കണക്കിന് ആരാധകരുടെയും കണ്ണുകളെ ഒരേപോലെ ഈരനണിയിച്ചു. ഒട്ടും മടികൂടാതെ മൈതാനത്തിന്റെ മധ്യത്തിൽ നിന്നിരുന്ന ആ വൈഭവിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ കോഹ്ലി തന്റെ കൈകളിലുണ്ടായിരുന്ന ആ വിലപ്പെട്ട ട്രോഫി വികാരഭരിതനായി നിന്ന ആ 15-കാരന്റെ കൈകളിലേക്ക് സ്നേഹത്തോടെ വെച്ചുകൊടുക്കുകയും അവനെ നെഞ്ചോട് ചേർത്തുപിടിക്കുകയും ചെയ്തു. ആ നിമിഷം വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ സ്വയം മറന്ന ആ കൊച്ചുപയ്യൻ യാതൊരു സങ്കോചവുമില്ലാതെ പൂർണ്ണമായ ആദരവോടെ തന്റെ ആരാധനാപാത്രമായ സാക്ഷാൽ കിങ് കോഹ്ലിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും മനോഹരമായ ഹൃദയം കവരുന്ന ദൃശ്യമായി മാറി. വിനയത്തിന്റെയും ഗുരുത്വത്തിന്റെയും ഈ ഉദാത്തമായ മാതൃക കണ്ട് VIP സ്റ്റാൻഡിലിരുന്ന കോഹ്ലിയുടെ പത്നിയും പ്രമുഖ ബോളിവുഡ് താരവുമായ അനുഷ്ക ശർമ്മയ്ക്ക് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല. അവിശ്വസനീയമായ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടും ഇത്രമേൽ വിനയാൻവിതനായി നിൽക്കുന്ന ആ കുട്ടിയെ കണ്ട് ഹൃദയമലിഞ്ഞ അവർ ഗാലറിയിൽ നിന്നും വേഗത്തിൽ താഴേക്കിറങ്ങി വന്ന് ഒരമ്മയുടെയും വലിയ ചേച്ചിയുടെയും വാത്സല്യത്തോടെ ആ കൊച്ചു വൈഭവനെ സദസ്സിൽ വെച്ച് വാരിപ്പുണർന്നു. നിറഞ്ഞൊഴുകിയ അവന്റെ കണ്ണുനീർ സ്വന്തം കൈകളാൽ തുടച്ചുമാറ്റിക്കൊണ്ടും പുറത്തു തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടും അവർ പറഞ്ഞു, മോനെ, ഈ ചെറിയ പ്രായത്തിൽ നീ പുറത്തെടുത്ത കളിയേക്കാൾ വളരെ വലുതാണ് നീ കാണിച്ച ഈ ഉയർന്ന സംസ്കാരം. നീ വെറുമൊരു നല്ല ബാറ്റ്സ്മാൻ മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്തെ ഏറ്റവും മികച്ചതും സത്യസന്ധനുമായ കളിക്കാരനാണ്. ഇന്ത്യ മുഴുവൻ നിന്നെക്കുറിച്ച് ഇന്ന് അഭിമാനിക്കുന്നു. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ അനുഷ്കയുടെ ഈ വാക്കുകൾ കേട്ട് വൈഭവിന്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകിയിറങ്ങിയപ്പോൾ ആ കൂറ്റൻ സ്റ്റേഡിയം മുഴുവൻ നിലയ്ക്കാത്ത കരഘോഷങ്ങളാണ് മുഖരിതമായി. ഒപ്പം സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഈ അത്യപൂർവ നിമിഷങ്ങളെക്കുറിച്ച് ഡൽഹിയിലിരുന്ന് പ്രതികരിച്ച ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഈ മുഹൂർത്തത്തിന് കൂടുതൽ ശോഭ നൽകുകയും കളിക്കളമെന്നത് കേവലം യുദ്ധം ജയിക്കാനോ അതിരാളിയെ തോൽപ്പിക്കാനോ ഉള്ളതല്ലെന്നും മറിച്ച് പരസ്പര ബഹുമാനവും സമൂഹത്തിൽ ഉയർന്ന മൂല്യങ്ങളും ആദർശങ്ങളും സ്ഥാപിക്കാനുള്ളതാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ 2 താരങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും അവർ പടർന്നു നൽകിയ അത്യുന്നതമായ സംസ്കാരത്തെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചപ്പോൾ ആ വാക്കുകൾ ലോകമെമ്പാടുമുള്ള കായിക താരങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായി മാറുകയും സോഷ്യൽ മീഡിയയിൽ വലിയ ഓളമുണ്ടാക്കിക്കൊണ്ട് ചരിത്രത്തിന്റെ താളുകളിൽ എന്നേക്കുമായി അനശ്വരമാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഈ കണ്ണുനീരണിയിക്കുന്ന ആഘോഷങ്ങൾ മൈതാനത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ക്യാമ്പിൽ പൂർണ്ണമായും വ്യത്യസ്തമായ ഹൃദയഭേദകമായ മറ്റൊരു വികാരം അലയടിക്കുകയായിരുന്നു. ഫൈനലിലെ ആവേശകരമായ പോരാട്ടത്തിൽ സംഭവിച്ച നേരിയ പരാജയത്തിന്റെ വേദനയേക്കാളുപരി തന്റെ ഡയറിയിൽ കുറിച്ചുവെച്ച് എങ്ങനെയെങ്കിലും ഫൈനൽ കളിക്കണമെന്ന് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതിന്റെ ആത്മനിർവൃതിക്കിടയിലും ഗുജറാത്തിന്റെ ഒരു യുവതാരം മാനസികമായി പൂർണ്ണമായും തകർന്നുപോയിരുന്നു. കുട്ടിക്കാലം മുതൽ താൻ ടിവിയിൽ മാത്രം കണ്ടുവളർന്ന് താൻ ഉൾപ്പെടെയുള്ള രാജ്യത്തെ കോടിക്കണക്കിന് യുവതാരങ്ങളുടെ ഏറ്റവും വലിയ റോൾ മോഡലായ സ്വന്തം മനസ്സിൽ ഒരു ദൈവത്തെപ്പോലെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്ന സാക്ഷാൽ വിരാട് കോഹ്ലിയിൽ നിന്ന് മൈതാനത്ത് വെച്ചുണ്ടായ തികച്ചും അപ്രതീക്ഷിതമായ ചില പരുഷമായ പെരുമാറ്റങ്ങളും കൈപ്പേറിയ വാക്കുകളും ആ താരത്തിന്റെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. തോൽവിയുടെ സങ്കടത്തേക്കാൾ 100 ഇരട്ടി വേദനയോടെ അപമാനിതനായെന്ന തോന്നലിലും തന്റെ ആരാധനാപാത്രത്തിന്റെ വാക്കുകളാൽ തന്റെ മനസ്സിലെ വിഗ്രഹങ്ങൾ ഉടഞ്ഞുപോയതിന്റെ മാനസികാഘാതത്തിൽ വിതുമ്പിക്കൊണ്ടിരുന്ന ആ യുവതാരത്തിന്റെ അവസ്ഥ വിജയത്തിന്റെ പ്രകാശവും സ്നേഹത്തിന്റെ കുളിർമയും നിറഞ്ഞ ഈ അവിസ്മരണീയമായ IPL രാവിനെ സമാനതകളില്ലാത്ത വൈരുദ്ധ്യങ്ങളുടെയും മനുഷ്യമനസ്സിലെ അതിസങ്കീർണമായ വൈകാരികതകളുടെയും ഒരു വലിയ ക്യാൻവാസാക്കി മാറ്റുകയായിരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.